തന്ത്രിക്കെതിരെ നിർണായകമായ മൊഴികളും തെളിവുകളും SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ശക്തനാക്കിയത് തന്ത്രിയാണ്. അതിന്റെ തെളിവുകൾ SITക്കുണ്ട്. ഒപ്പം തന്ത്രിയുടെ ബംഗളൂരു ചെന്നൈ യാത്രകളിൽ ഉള്ള സംശയം, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുമായി തന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന വിവരം, അതെല്ലാം ഇപ്പോൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരികയാണ്. ശബരിമലയിലെ ജീവനക്കാരുടെ മൊഴികളും തന്ത്രിക്കെതിരായി എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തറിലേക്ക് കൂടി പോകുന്നു. ഷഫീദ് ഈഞ്ചക്കലിലാണുള്ളത്. ഷഫീദ്, രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. അതാണ് പിന്നീട് അല്പസമയം മുൻപ് ഒരു അറസ്റ്റിലേക്ക് കലാശിച്ചത്. ഇനി അടുത്ത നടപടികൾ എങ്ങനെയാണ്? വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും. ഇപ്പോഴും ഓഫീസിനുള്ളിൽ തന്നെയല്ലേ തന്ത്രി ഉള്ളത്? അനുജ, ഉറപ്പായിട്ടും. കാരണം നാടകീയമായ സംഭവങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ അരങ്ങേറിയത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം ഒരു രഹസ്യ കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ഈ SITയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശേഷമാണ് വ്യക്തമായ തെളിവുകളുടെയും അതേപോലെ തന്നെ മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നത്. നിലവിൽ ഇപ്പോൾ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അദ്ദേഹത്തെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കുന്നതിന് ശേഷം വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ശേഷമാകും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ കേസിൽ തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകളും മൊഴികളും ഉണ്ട് എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ഇത്രയും സ്വാധീനമുള്ള ആളാക്കിയത് അത് തന്ത്രിയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ. അത് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റു കാര്യങ്ങളിലെ ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തന്ത്രി കണ്ഠര രാജീവര് ബാംഗ്ലൂരും ചെന്നൈയിലും നടത്തിയിട്ടുള്ള യാത്രാ വിവരങ്ങളടക്കം കഴിഞ്ഞ 4 ദിവസമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ഒപ്പം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ റൊദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുമായി ചേർന്ന് തന്ത്രിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. മറ്റൊന്ന് ശബരിമലയിലെ ജീവനക്കാരുടെ അടക്കം മൊഴികളാണ്. ആ മൊഴികളും ആ തന്ത്രിക്കെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നത് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും കോടതിയിൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയെ ഹാജരാക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഏതായാലും ശബരിമലയിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരാൾ തന്നെയാണ് അറസ്റ്റിലേക്ക് കടന്നത്. ഇതുവരെയുള്ള ബ്യൂറോക്രാറ്റ്സിന്റെ അറസ്റ്റോ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയോ ഗോവർദ്ധന്റെയോ പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ് പോലെയല്ല, ഇതിന് മറ്റൊരു മാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ശബരിമലയിലെ വിശ്വാസത്തിന്റെ ഭാഗമായി, വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നയാൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹത്തിന് ഗൂഢാലോചന അടക്കം പങ്കുണ്ടെന്ന് സൂചന നൽകുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ SITയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള നീക്കങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പത്മകുമാറിന്റെ അടക്കം അറസ്റ്റ് രേഖപ്പെടുത്തിയതുപോലെ സമാന സ്വഭാവത്തിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ നടത്തുന്നു. ശേഷം അറസ്റ്റിലേക്ക് കടക്കുന്നതാണ് SITയുടെ നീക്കം. അനുജ, അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീനത്തിന് പിന്നിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ളതിന്റെ ഉത്തരം അത് കൃത്യമായി തന്നെ SITയുടെ പക്കലുണ്ട്. അത് ഈ തന്ത്രിയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും അതൊക്കെ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് SITക്ക് എന്നതാണ്. ജീവനക്കാരുടെ മൊഴിയുണ്ട്. കൂടാതെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി, ഇതെല്ലാം വളരെ നിർണായകമായിട്ടുണ്ട്. തന്ത്രിക്കെതിരായ കാര്യങ്ങൾ അത് തെളിവുകളായി തന്നെ SITയുടെ പക്കലുണ്ട് എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിർണായകമായ നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾക്ക് ശേഷം ഉച്ചയോടെ അറസ്റ്റിലേക്ക് പോവുകയായിരുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കും. അപ്പോൾ എന്താണ് SIT ഇദ്ദേഹത്തിനെതിരായ കണ്ടെത്തലുകളായി പറഞ്ഞിരിക്കുന്നത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.